പറയടാ. എന്താടാ, ആരെങ്കിലും കുടുങ്ങിയോ? ഇതെന്താ കളിക്കുന്ന കാര്യമാണോ? വേഗം കുടുങ്ങാൻ. വേഗം ആവട്ടെ, വിശക്കുന്നു. ആ നോക്കട്ടെ നോക്കട്ടെ. എവിടേക്കാ പോകണ്ടേ? ഈ വണ്ടി എങ്ങോട്ടാ പോകുന്നേ? ബസ് സ്റ്റാൻഡിലേക്കാ. വേണ്ട, നിങ്ങൾ പൊക്കോ, എനിക്ക് ടൗൺ ഹാളിൽ പോണം. സാരമില്ലെന്നേ, ഒരു 10 രൂപ കൂടുതൽ ഞാൻ കൊണ്ടുവിടാം. 10 രൂപയിൽ കൂടുതൽ ചോദിച്ചുള്ളൂ. വാ കയറ്, വണ്ടി കയറ്. ആ പറയടാ. എടാ, രവിയുടെ വണ്ടിയിൽ ഒരു കിടില സവാരി കയറിയിട്ടുണ്ട്. ടൗൺ ഹാളിന്റെ അടുത്താ, നിങ്ങളങ്ങോട്ട് വന്നേര്. എടാ വേഗം കയറ, ആരെങ്കിലും കാണും. അടിപൊളി പീസാണല്ലോടാ. ആ ലൈറ്റ് അടിക്കടാ, മുഖത്തേക്ക് അടിക്കടാ. എടാ ആളുടെ അവൻ കല്ലറയുടെ മേളിൽ കയറിയിരിക്കുകയാണല്ലോടാ. ചേട്ടാ അവൻ നല്ല വെയില കേട്ടോ, നമുക്ക് വന്ന കാര്യം സാധിക്കാന്നേ. ഡീ ഒച്ച ഉണ്ടാക്കല്ലേ, 10 മിനിറ്റ് മതി. എന്താ ഇത്? അതൊരു പാവല്ലേ? ഒച്ച ഉണ്ടാക്കലേ. എന്താ ചെയ്യുന്നത്? കാല് പിടിക്കണം. അങ്ങനെ ചെയ്യരുത്. കിടക്കാം. ശബ്ദം ബലം പിടിക്കുന്നു. ഒന്ന് ചെയ്തെന്ന് പറഞ്ഞ നേരെ നടക്കാൻ മേല, എന്നിട്ട് അവൻ ബോട്ടിലുമായിട്ട് വരുന്നത്. അടിയിടാ അവനെ. അവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാം. ഡ്രസ്സ് മാറ്റിക്കോളൂ.
താങ്ക്സ്. നിന്റെ പേരെന്താ? ഈശ്വരി. ഈ നടന്നു ഒന്നും ആരോടും പറയണ്ട. ഈ ലോകം വിശ്വസിക്കില്ല. ഉം. കാണാതെയും കേൾക്കാതെ ഓരോന്നൊക്കെ പറയും. ഈ നാട്ടില് പഴി പറയുവാനല്ലാതെ വേറെ ഒന്നും പറയാനറിയില്ല. രാത്രി 7 മണിക്ക് ശേഷം അച്ഛനും അമ്മയും ഇല്ലാതെ തനിച്ചു പോവാൻ പാടില്ല. മനസ്സിലായോ? പൊയ്ക്കോളൂ. ഒന്ന് പേര് പറയോ? അണ്ണാതുര. എടാ, പണി കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കള്ളു കുടിക്കുന്ന പ്രത്യേക സുഖം തന്നെയാ. ഒന്നോണം മേടിച്ച് ഷെയർ ഇട്ട് ഒന്നോണം മേടിച്ച് എല്ലാം മേടിച്ച് തീർത്തേക്കാം. കുടിച്ചോണ്ട് നടക്കുകയാണോ എപ്പോഴും? എന്നല്ലാതെ. ഹലോ. ഹലോ, ഞാൻ ഈശ്വരിയാണ് സംസാരിക്കുന്നത്. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആവുക. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകുന്ന വിവരം പറഞ്ഞിട്ട് പോവാന്ന്. സമാധാനമായിട്ട് പോയിട്ട് വാ. നന്നായിട്ട് പഠിക്കണം. അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണം. എന്നാ ഞാൻ വരട്ടെ. ഒരു നിമിഷം പോലും എനിക്ക് നിങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഏത് നേരവും നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നീ സന്തോഷമായിട്ട് ജീവിക്കേണ്ട കുട്ടിയാ. ഞാൻ ജീവിതം വെറുത്തേക്കുന്ന ആളാ. കുടിച്ചു കുടിച്ച് കുടലെല്ലാം ഇല്ലാതായി. നിനക്ക് പറ്റിയ ആളല്ല ഞാൻ. നീ പൊയ്ക്കോളൂ. അനുസരിക്കില്ലേ നീ? നീ പോയി ചാകടിന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും. പോയിക്കോളാനല്ലേ പറഞ്ഞ്. അപ്പൊ എങ്ങനെ പോവാതിരിക്കും? അച്ഛൻ നിൽക്കുക, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. മാമ ഒന്ന് നിന്നേ. ഓട്ടോ ചേർത്തി കൊടുത്തേ മോളെ. ശരി അച്ഛാ. സുഖം തന്നെയല്ലേ മാമ? നിനക്ക് സുഖം തന്നെയല്ലേ? ചേട്ടാ, ചേട്ടന്റെ കയ്യിൽ 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ? എന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ടൊക്കെ? മോൾക്ക് ചെറുക്കനെ അന്വേഷിച്ചിറങ്ങിയതാ. ചെറുക്കനോ? അതെ, ഞാനും ഒരു മരുമോളെ നോക്കിയാ വന്നത്. മരുമോളെ അന്വേഷിച്ചു. മോൻ വന്നിട്ടുണ്ടോ? നിന്റെ മോള് വന്നിട്ടുണ്ടോ? മോനെ കണ്ടില്ലല്ലോ. എവിടെ? അവനോ? അതെ. നമസ്കാരം. മാമന്റെ മോൻ നല്ല സുന്ദരനാണല്ലോ. നിന്റെ മോൾക്കെന്താ കുഴപ്പം? സുന്ദരിയല്ലേ? പേര് രേവതി എന്നാ. എന്റെ മോന്റെ പേര് തമ്പിതുരേ, PT മാസ്റ്ററാ. ആഹാ, അത് ശരി. എന്റെ മോളും PT മാസ്റ്ററിനാ പഠിച്ചിരിക്കുന്നതാണോ? മാമ, ഇനി അകത്ത് പോയി നമ്മൾ തിരഞ്ഞെടുക്കൊന്നും വേണ്ട. ഇവിടെ വെച്ചങ്ങ് ഉറപ്പിച്ചാലോ? പറഞ്ഞ പോലെ എനിക്കിഷ്ടമാ. പക്ഷെ അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ആദ്യം അകത്തേക്ക് പോവാം, രണ്ടുപേരും കാണട്ടെ. നല്ലത് എന്താന്ന് വെച്ചാ അതുപോലെ നടക്കും. വാ, അകത്തേക്ക് പോവാം. എത്ര വരെ പഠിച്ചു? PT കഴിഞ്ഞ് ജോലി നോക്കിക്കൊണ്ടിരിക്കുക. ഓ, അത് ശരി. എന്റെ സ്കൂളിൽ ട്രൈ ചെയ്തൂടെ? വേക്കൻസി ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതിയോ? ഷുവർ. എടാ പൊട്ട്. എന്ത് പൊട്ട്? നമസ്കാരം. നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ നവീന സ്വയംവര സായാഹ്ന പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പറയൂ, നിങ്ങളുടെ പേരെന്താണ്? ശശാങ്കൻ. ശശാങ്ക, നിങ്ങൾ എങ്ങനെയുള്ള ഭാര്യയാണ് പ്രതീക്ഷിക്കുന്നത്? അത് ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് നല്ല പഠിപ്പുള്ള പെണ്ണിനെയാണ് നോക്കുന്നത്. ആ, പിന്നെ? എനിക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല, അതുകൊണ്ട് വലിയ സാമ്പത്തികമുള്ള പെണ്ണാണ് കൊള്ളാം. അത് ശരി. പിന്നെ? എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ. പക്ഷേ നിങ്ങളടുത്ത് കാറില്ല. മനസ്സിലാവുന്നു. ശശാങ്കൻ, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അംബാനിയുടെ മകളെ പോലെയുള്ള പെണ്ണിനെ തന്നെ കിട്ടും. മനസ്സിലായോ? എന്നാ ചെല്ലു. മകനെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. ചെല്ലു. അടുത്തതായിട്ട് ശ്രീമാൻ ജയപാൽ പത്മാവതി ദമ്പതികളുടെ മകൻ തമ്പിതുരയെ നവീന സ്വയംവര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറയൂ തമ്പിതുരെ, എങ്ങനെയുള്ള ഭാര്യ വേണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? കല്യാണം എന്ന മോഹം മനസ്സിൽ വന്നപ്പോൾ ആദ്യം എനിക്ക് മനസ്സിൽ തോന്നിയത് മഞ്ഞ സാരി ഉടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കാനാണ്. അതാ എൻ്റെ മോഹം. ഈ നവീന സ്വയംവര സായാഹ്ന പരിപാടിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ല ഐശ്വര്യമുള്ള മഞ്ഞസാരി എടുത്ത പെണ്ണിനെ തന്നെ ഭാര്യയായിട്ട് കിട്ടും. അടുത്തതായിട്ട് ശ്രീമാൻ ഗോപാലന്റെ മകൾ രേവതിയെ ക്ഷേത്ര കമ്മിറ്റിയുടെ നവീന സ്വയംവര സായാഹ്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറയൂ രേവതി,
എങ്ങനെയുള്ള ഭർത്താവ് വേണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ സൈറ്റ് എന്ന് പറയാറുണ്ട്. വെള്ള ഷർട്ടും കറുത്ത പാന്റും ധരിച്ച പയ്യൻ ആരാണെങ്കിലും ഞാൻ കെട്ടാൻ തയ്യാറാ. ഞാനതായിട്ടേക്കുന്നേ. അയ്യോ അല്ല, ഞാൻ പറയാൻ വന്നത് ഞാൻ കഴുത്ത് നീട്ടുന്ന ആള് നീല ടൈ ധരിച്ച ആളായിരിക്കണമെന്ന് മാത്രം. ഒന്നും പറയാതെ കൈയും കെട്ടിയിരിക്കുക. ഞാൻ തുടങ്ങി വെക്കണായിരിക്കും. എന്താ? അല്ല, അച്ഛനല്ലേ പറഞ്ഞ് എന്തെങ്കിലും സംസാരിക്കാൻ, അതുകൊണ്ടാ ഞാന്. അച്ഛനിപ്പോ എന്താ? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയ പോരെ. എന്നാ എനിക്കെന്ത് പറയണമെന്ന് അറിയില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്, തുറന്നു പറയാൻ ഇഷ്ടമാണോ അല്ലയോന്ന്. അപ്പൊ ഞാനതിന് മറുപടി പറയാം. വേറൊന്നും അല്ല, അച്ഛനല്ലേ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കാൻ. ഇഷ്ടമാണെന്ന് പറയണോ? നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഞാനെന്തിനാ പറയുന്നത്? അങ്ങനെയെങ്കിൽ വേറെന്തെങ്കിലും ഒന്ന് ചോദിക്ക്. പാട്ടറിയാമോ, ഡാൻസ് അറിയാമോ എന്നൊക്കെ. വേറൊന്നും അല്ല, അച്ഛൻ പറഞ്ഞില്ലേ സംസാരിച്ചോണ്ടിരിക്കാൻ. പാടാൻ അറിയാമോ? ഡാൻസ് അറിയാമോ? ഇതൊരു നടക്ക് പോവും തോന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? അതെ, എന്റെ കൂടെ ഒന്ന് വന്നേ. എന്നെ എവിടേക്ക് കൊണ്ടുവന്നേ? ഇങ്ങോട്ട് വാ. ഡാൻസ് അസലായി കളിക്കും ഞാൻ. പാട്ട് കല്യാണത്തിന് ശേഷം ഞാൻ പഠിച്ചോളാവേ. സൂപ്പർ സൂപ്പർ, കൊള്ളാം കൊള്ളാം. ഇന്ദിരാനഗർ ഇറങ്ങാനുണ്ടോ? ഇറങ്ങേ. വാമോനെ വീട്ടിലോട്ട് വാ. ഞാൻ വരുന്നില്ല. ഇവിടം വരെ വന്നിട്ട് കേറാതെ പോയാൽ അമ്മ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ? പോയിട്ടോ. ആദ്യം പെണ്ണ് ചോദിച്ചു വന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇനി മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. പോകുന്നവരും വരുന്നവരും പറയാ കുടിച്ച് ലക്കില്ലാതെ റോട്ടിൽ കിടക്കുകയാണെന്ന്. കുടിക്കുന്നെന്ന് പറയുന്നല്ലോ. അവൻ എന്തിനാടാ കുടിക്കുന്നേ? അവൻ കല്യാണം കഴിക്കാൻ ഇരുന്ന പെണ്ണ് അവന്റെ മുമ്പിൽ കിടന്ന് മരിച്ചു പോയത് കൊണ്ടല്ലേടാ അവൻ കുടിക്കുന്നത്. നിന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്ക്. അവന്റെ കുടി ഞാൻ മാറ്റിയെടുക്കാം. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ മോനെ കണ്ടുണ്ടോന്നല്ല എന്റെ മുള വളർത്തിയത്. അവന് പറ്റിയത് എവിടെയെങ്കിലും ഉണ്ടാവും. പോയി ചോദിക്കേ, അവര് തരും. പോവാൻ നോക്ക്. അങ്ങനെ പറയല്ലേടാ പൊന്നുമോനെ, ഒന്ന് സമ്മതിക്കും. ഇനി ഇതിനെക്കുറിച്ച് ഒരു വാക്ക് എന്നോട് പറഞ്ഞാലുണ്ടല്ലോ, ചേച്ചിയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ആദ്യം മകനെ നന്നായിട്ട് വളർത്താൻ നോക്ക്. ഇറങ്ങിപ്പോവാൻ പറയുന്നില്ല. അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ വെറുതെ കരയുന്നതെന്ന്? നിന്റെ അമ്മാവന്റെ വീട്ടിൽ പോയി നിനക്ക് ഞാൻ ആ പെണ്ണിനെ ഒന്ന് ചോദിച്ചടാ. അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പോവാ. എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞ എന്നെ കൊണ്ടുവന്നേ. പെണ്ണ് ചോദിക്കാനായിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു അമ്മാവ. അമ്മയുടെ മകൻ നന്നാകാൻ വേണ്ടി അമ്മ ചോദിച്ചു. നിങ്ങളുടെ മകൾ നന്നായിരിക്കാൻ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അതിന് തെറ്റൊന്നുമില്ല അമ്മാവ. എന്നാൽ ഏത് നേരവും എനിക്കെൻ്റെ ആങ്ങളെയുണ്ട്. പിന്നെ ഞാനെന്തിനു വിഷമിക്കണമെന്ന് ഏത് നേരവും അമ്മാവനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അധികാരത്തോടെ നിങ്ങളെക്കുറിച്ച് പറയാൻ വേറെ ആരാ ഉള്ളത്? പറ്റില്ലെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടാതെ സമാധാനത്തോടെ പറയാമായിരുന്നു. പോട്ടെ, അമ്മാവൻ്റെ പെങ്ങള് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. ഒന്ന് സമാധാനിപ്പിച്ച് എൻ്റെ കൂടെ പറഞ്ഞുവിടാൻ നോക്ക്. വാ. എന്താടി നീ എന്തിനാ അവിടേക്ക് പോയത്? അവൻ നഷ്ടപ്പെട്ട പെണ്ണിനെ ഓർത്ത് കുടിച്ചു നടക്കുകയല്ലേ. ഇതെല്ലാം അറിഞ്ഞ് വേറൊരു പെണ്ണിനെ തലയെ കെട്ടിവെച്ച് ആ പെൺകൊച്ചിന്റെ ജീവിതം കൂടെ നശിപ്പിക്കണോ? കൂടുതൽ എന്ത് പറയാനാ? അമ്മേ എഴുന്നേറ്റ് കഴിക്കേ. അമ്മേ കഴിക്കമ്മേ. അമ്മയൊന്ന് എഴുന്നേക്ക്. നാട് നീളെ ചേട്ടനെ പെണ്ണ് തേടി അലയേണ്ടതല്ലേ? ആരോഗ്യം വേണ്ടേ? കഴിക്കമ്മേ. ഗുളി കഴിച്ചിട്ട് കഴിക്കാൻ നോക്ക്. നിങ്ങളെ രണ്ടുപേരും ഇരട്ടകളാണെങ്കിലും ആദ്യം എന്റെ കണ്ണുകൊണ്ട് അവനെ അല്ലടാ ഞാൻ കണ്ടത്. മൂത്തത് അവനല്ലേ. അവനൊന്നും മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെന്ന് കരുതിയ ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയത്. എന്റെ അമ്മേ, ആദ്യം അവനോട് കുടി നിർത്താൻ പറ. അവൻ നന്നാവാൻ നമ്മളാണ് വിചാരിക്കണ്ടേ? അവനല്ലേ വിചാരിക്കട്ടെ? വിചാരിച്ചോളൂടാ. നടക്കുന്ന കാര്യം വല്ലതും പറയാമേ. 48 മണിക്കൂർ നേരം വെള്ളം കെട്ടിനിന്ന വീടുകളിലുള്ളവർക്കാണ് അടിയന്തര സഹായമായ 10,000 രൂപ നൽകുന്നത്. എന്നാൽ ഒരാഴ്ചയോളം വെള്ളം കെട്ടിനിന്ന വീടുകൾ പോലും പുറത്തായി. അവിടെ ഇരിക്കെ.
ആദ്യം അമ്മയുടെ കാര്യം നോക്ക്. അമ്മേ, മോനെ ഒന്നും ഉണ്ടാക്കില്ലേ? തലവേദന കൊണ്ടത് കിടന്നു പോയി മോനെ. ഒരു 10 മിനിറ്റ് ഇരിക്കും മോനെ, ഞാൻ ഉണ്ടാക്കി അമ്മേ, തരാം. ഇത് കഴിച്ചിട്ട് പോമേ. എന്താ ഇത്ര താമസിച്ച? നിന്റെ കൂടെ ജനിച്ചവനല്ലേ അവൻ. അവന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബന്ധം കിട്ടി ജീവിക്കാൻ പോവാ. നീ എത്ര കാലമെന്ന് വെച്ചാ പെണ്ണിന്റെ വിചാരത്തിൽ ഇങ്ങനെ കഴിയാൻ പോണേ? നിന്നെക്കുറിച്ച് ഓർത്ത് രാത്രിയിൽ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്തൊരു ഭാരമാണെന്നറിയാവോ? ഞാൻ നിന്നോട് അവസാനായിട്ട് പറയാ, ഈ കുടിയൊന്ന് നിർത്ത മോനെ. ഇനി ഞാൻ കുടിക്കില്ലമ്മേ. ഞാനാണ് സത്യം കുടിക്കില്ല. വിശ്വസിക്കമ്മേ, കരയാതമ്മേ. സത്യം ചെയ്തില്ല ഞാൻ. ചേട്ടാ, സത്യം ചെയ്യേണ്ടത് കുടിക്കുന്നതിന് മുമ്പാ, കുടിച്ചിട്ടല്ല.